അരുവിക്കര ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. അരുവിക്കര ജംഗ്ഷൻ നമ്മൾ എത്തിയിട്ടുണ്ട്. എല്ലാം അവധിയാണ്. ഇതാണ് അരുവിക്കര ജംഗ്ഷൻ. അരുവിക്കര ജംഗ്ഷൻ ഇതാണ്. അരുവിക്കര സ്കൂളും അരുവിക്കര ഓട്ടോ സ്റ്റാൻഡ്. അപ്പം നമ്മൾ ബാവൂര് ഉമ്മയുടെ പേര് ഡൽഹിയുടെ എന്താണ് നമുക്ക് നോക്കാം. അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എനിക്കുള്ള ഒരുക്കങ്ങളൊക്കെ എന്തായി എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ നമുക്ക് കണ്ട് അങ്ങനെ പോവാം. ഇവിടെ ഈ വയൽ ഏരിയയാണ്. ഇതൊക്കെ വയൽ ഏരിയ അവിടുത്തെ പച്ചപ്പും ണ്ടോ റോഡ് കിണറാണ്. കിണർ പോലെ വെള്ളം കെട്ടി കിടക്കുക. റോഡെല്ലാം വളരെ മോശം. പിന്നെ ഗവൺമെന്റ് ഗവൺമെന്റ് വെള്ളം സ്ഥലമാണ്. പോയി നോക്കിട്ട് അപ്പം അരുവിക്കര വാവിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ എല്ലാം കണ്ടോണ്ടിരിക്കുന്നത്. നമുക്ക് താഴോട്ട് പോയി നോക്കിട്ട് വരാം. ഒരു മിനിറ്റ്. ഇപ്പോഴത്തേക്ക് വാട്ടർ കണക്ഷന്റെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ, വലിയ വലിയ പൈപ്പുകൾ വെൽഡ് ചെയ്യുന്നത് കാണാം. അതാണ് നമ്മളാ നേരെ കാണുന്നത്. കണ്ട സ്പോട്ട് ചെയ്യുന്നത് കണ്ട ആ സ്പോട്ട് ചെയ്യുന്നത് അതാണ്. ആ സ്പോട്ട് ചെയ്യുന്നതിന്റെ അവിടുത്തെ ഇതാണ് നമ്മളെ വെൽഡിങ്ങിന്റെ ഇതാണ് നമ്മളിപ്പം കണ്ട. അത് കണ്ട വെൽഡ് ചെയ്യുന്നത്. നമുക്ക് താഴോട്ട് നമുക്ക് പോയി ബാവിന്റെ ഒരുക്കങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കി ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ താഴത്തെ ഡാമിന്റെ വെള്ളം ഒഴുക്കി വിടുന്ന ഭാഗമാണ്. താഴത്തെ ഭാഗങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം. ഇവിടെ എല്ലാം റോഡെല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. കാടും പടപ്പെല്ലാം വെട്ടിപ്പറക്കി എല്ലാം വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടിരിക്കുക. ഇനി ബാവിന്റെ അന്ന് ആൾക്കാരുടെ തിരക്കായിരിക്കും. ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലമായിരിക്കും ഇവിടെ നമ്മുടെ അരുവിക്കര. തിരക്കുള്ള നല്ല സ്പോട്ടാണിത്. അപ്പൊ മീൻ പിടിക്കാൻ ആൾക്കാരൊക്കെ ഇവിടെ ഇഷ്ടം പോലെ വരുന്ന ഏരിയയും കൂടിയാണ് ഈ സ്ഥലം. പിന്നെ ഇവിടെ അന്നത്തെ ദിവസം ഇഷ്ടം പോലെ ആൾക്കാർ കാണും. നമുക്കത് കാണാം. താഴോട്ട് പോവാം. ഇവിടെയൊക്കെ ബ്ലീച്ചിങ് പൗഡർ ഇട്ടൊക്കെ എല്ലാം നല്ല വൃത്തിയാക്കിയിരിക്കുകയാണ്. വാവിന്റെ അന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് ആൾക്കാരുടെ തിരക്കായിരിക്കും. ഇവിടെയൊക്കെ ആയിരിക്കും ആൾക്കാർ ഒരു സൈഡിൽ നിന്ന് ആൾക്കാരെ താഴോട്ട് വിടുന്ന ആ ഭാഗത്തുനിന്നായിരിക്കും. അതുപോലെ ഇതുകൊണ്ട് ഈ സൈഡുകളിലെല്ലാം വെള്ളം നല്ല വലിയ ഒഴുക്കൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ഇതേ ഉള്ളൂ.
ചില സമയങ്ങളിൽ വെള്ളം ഒരുപാട് വെള്ളം ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇത് ഈ പടിയെല്ലാം കയറി ഇങ്ങനെ മുങ്ങിക്കിടക്കും. ഈ വെള്ളം തുറന്നു വിടുമ്പോ. ഇപ്പം വെള്ളം തുറന്നൊന്നും വിട്ടിട്ടില്ല, ചെറിയ രീതിയിലുള്ള ഇതെങ്ങണ്ട ഉള്ളൂ. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ലതായിട്ട് കാണാം. ചർക്കല് ഈ ഭാഗങ്ങൾ കണ്ട വെള്ളം കയറി കിടക്കുന്ന കണ്ട. ഇപ്പൊ വെള്ളം ഇല്ല, സത്യത്തിൽ വെള്ളം കുറവാണ്. ഇവിടെയൊക്കെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വലയും ഇതായിട്ടൊക്കെ വന്ന് മീൻ പിടിക്കുന്ന കാണാം. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ചൂണ്ടയിടുന്ന കാണാം. അങ്ങനെയുള്ള ഏരിയകളാണ് ഈ ഭാഗങ്ങളൊക്കെ. നല്ല നല്ല വലിയ വലിയ മീനുകൾ കിട്ടും. മുകളത്തെ ഡാം തുറന്ന് വിടുമ്പോഴത്തേക്കുള്ള വെള്ളങ്ങളൊക്കെ ഇവിടെയാണ് ഒന്ന് ഇറങ്ങി ഇതുവഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. ഇതിന്റെ പോയി മുകളിൽ കാണുന്നത് വാട്ടർ ജലം ശുദ്ധീകരിക്കുന്നതാണ്. അതിലെ കൂടി പൈപ്പ് ഇട്ട് വേണ്ട ക്രോസ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നുണ്ട്. അത് നേരെ മുകളിൽ നിന്ന് ശുദ്ധീകരിച്ച് അവിടുന്ന് ശുദ്ധീകരിച്ചാണ് ഈ വെള്ളം ഇതിലെ കൂടി നമുക്ക് ഈ തിരുവനന്തപുരം സിറ്റിക്കകത്ത് കംപ്ലീറ്റും വരുന്നത്. വേണ്ട ആ പാലം പോലെ കാണുന്നുണ്ട്. അതിന്റെ മുകളിൽ കൂടി വലിയ പൈപ്പാണ് പോയിരിക്കുന്നത്. ആ പൈപ്പ് വഴിയാണ് നമുക്ക് തിരുവനന്തപുരം സിറ്റിക്കകത്തെല്ലാം കംപ്ലീറ്റും വെള്ളം വരുന്നത് നമുക്ക് ഇവിടുന്നാണ്. ഇത് അരീക്കര ഡാം, അവിടെ നിന്നാണ് വെള്ളം നമുക്ക് സിറ്റിക്കകത്തോട്ടൊക്കെ വെള്ളം വരുന്നത്. ആ ഭാഗങ്ങളാണ് ആ കാണുന്നത്. ഈ വെള്ളം ശുദ്ധീകരിച്ചിട്ട് അഴുക്ക വെള്ളം, വേസ്റ്റ് വെള്ളം ഒഴുക്കി വിടുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ മരത്തിന്റെ ഇടയിൽ കൂടി ചെറിയ ഇത് വെള്ളച്ചാടി വരുന്നത് കാണാം. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ, അത് നല്ലതായിട്ട് കാണാൻ പറ്റത്തില്ല, ദൂരം കൂടുതലാണ്. അങ്ങനെയുള്ള ഭാഗമാണ്. പിന്നെ അതുപോലെ വേണ്ട ഇവിടെ കണ്ട മീനൊക്കെ ഇതിനകത്ത് ഇഷ്ടം പോലെ മീനൊക്കെ ഉണ്ട്. പക്ഷെ സംഭവം മീനുണ്ട്, പക്ഷെ ചൂണ്ടൊക്കെ ഇട്ടൊക്കെ സാധനം കിട്ടും. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്നിരുന്ന് വലയിടുന്നതും ഇതെല്ലാം നമ്മൾ കാണാറുണ്ട്. പിന്നെ അവിടെയൊക്കെ വല വീശി പിടിക്കുന്ന കാണാം. ഈ ഭാഗത്തൊക്കെ വലകൾ ഇങ്ങനെ ഇട്ടിരിക്കുന്ന കാണാം. അപ്പൊ ഇവിടെയെല്ലാം വൃത്തിയാക്കി നല്ല ക്ലിയർ ആക്കി ഇട്ടിരിക്കുകയാണ്. അപ്പം ബാവിന് വേണ്ടിയിട്ടേ എല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത നമുക്ക് ഇനി അപ്പുറത്ത് എന്താണെന്ന് നോക്കാം. പാലത്തിന്റെ അവിടെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ശരിക്കും പൂക്കള്, ഈ മൈക്ക് പോലെയുള്ള സീസൺ പൂക്കള്, ഇത് നമ്മള് ചെറുതിലേക്ക് പറിച്ച് കളിക്കുന്ന സംഭവമാണ്. കാട് പിടിച്ച പുൽപ്പാടങ്ങളും പുഴയെ സ്നേഹിക്കുന്ന ആൾക്കാരും മത്സ്യങ്ങളും വെള്ളം ഒഴുകി വരുന്നുണ്ട്. ആ മുകളത്തെ ഡാം തുറന്നു വിടുമ്പം വരുന്ന വെള്ളച്ചാട്ടം പോലെ വരുന്ന ഭാവമാണ്. ഇവിടെയൊക്കെ ഇപ്പം വെള്ളം കുറവാണ്. വെള്ളമുള്ള സമയത്ത് ഈ പച്ചപ്പ് കാണുന്നതെല്ലാം വെള്ളത്തിന്റെ അടിയിൽ മൂടും. അവിടെ ചെക്ക് ഡാം പോലെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അവിടെ എല്ലാം വെള്ളം അതിന്റെ മണ്ടയിൽ കൂടി ആയിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. ഇവിടെയൊക്കെ ഈ പടി കെട്ടിയിരിക്കുന്ന ഈ പാറകളെല്ലാം മുങ്ങിക്കിടക്കും. കണ്ട, ഇത് അപ്പുറത്തോട്ട് പോകാതിരിക്കാനാണ് ഈ തൂണ് പോലെ കെട്ടിയിരിക്കുന്നുണ്ട്. ഇത് ആൾക്കാർ ഇതിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. പടികളും ഇതൊക്കെ, ഈ പടിയൊക്കെ മൂടിക്കിടക്കുക. ഈ ഒരു മഞ്ഞ പിടിച്ച് കിടക്കുന്ന പോലെ കിടക്കുന്നതെല്ലാം വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. ഈ ഡാം തുറന്നു വിടുമ്പോഴേ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് ആ പടിയൊക്കെ കാണുന്നത്, ആ മഞ്ഞ പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ നമുക്ക് അതിന് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അപ്പുറത്തെ ഒരു സ്ഥലത്ത് പോയി ഇനി അവിടെ കൂടി നമുക്ക് നോക്കാം. പാലത്തിന്റെ ഈ വെള്ളം തുറന്നു വിടുന്നില്ലേ ഡാം, ആ ഡാമിന്റെ അവിടെ ഫാൻസി കടകളും അങ്ങനെയുള്ള കടകളൊക്കെ കാണാം. അപ്പോൾ അന്ന് ഇവിടെ ഒരുപാട് ആൾക്കാരായിരിക്കും. ഇപ്പം ഇവിടെ ഒറ്റ മനുഷ്യരില്ല. ഇവിടെ ഈ ജോലി ചെയ്യുന്ന അവർ മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി വേറെ ആരും ഒറ്റ മനുഷ്യർ ഇവിടെ ഇല്ല. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ നോക്കി, ആ ഭാഗത്തൊക്കെ വെറുതെ ഒരു ഇതായിട്ട് കിടക്കുകയാണ്. ഇത് നമ്മൾ 24-ാം തീയതി വരുമ്പം ഇവിടെയൊക്കെ ഫുള്ളായിരിക്കും. വാ, അപ്പൊ നമുക്ക് മുകളിലോട്ട് പോവാം. ഇവിടെയാണ് കാറൊക്കെ പാർക്ക് ചെയ്യുന്നത്. ഈ ഭാഗത്തൊക്കെയാണ് കണ്ട, ഇതുണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഒക്കെയാണ് പാർക്ക് ചെയ്യുന്നത്, കാറ് പാർക്ക് ചെയ്യുന്നത്. പുറകിലൊരു വണ്ടി വരുന്നുണ്ട്. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്, ഒരു ചെറിയൊരു ഹോട്ടലാണ് തോന്നുന്നത്. എവിടെയെല്ലാം വണ്ടി പാർക്ക് ചെയ്തിടും. 24-ാം തീയതി ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആളായിരിക്കും. വെള്ളത്തിന്റെ വണ്ടിയൊക്കെ ഇവിടെ നിന്നാണ് വെള്ളം കയറ്റി വരുന്നത്. സിറ്റിക്കകത്ത് കംപ്ലീറ്റ് ഇവിടെ നിന്നാണ് വെള്ളം കയറ്റി വരുന്നത്.
അരീക്കര ഡാമിലേക്ക് പോകുന്ന ഡാമെത്തി. ഈ ഭാഗം ചെടികൾ ഇവിടെ റംബൂട്ടാനൊക്കെ വെക്കുന്നുണ്ട്. ചെടികള് വെള്ളം ഇവിടെ നിന്നാണ് നിറച്ചു കൊണ്ടുവരുന്നതാണ്. ഇവിടുത്തെ കടകളിലൊക്കെ ഒന്ന് കയറണ്ടേ. വണ്ടി അങ്ങോട്ട് വെച്ചിട്ട് ചെടികളൊക്കെ റോസൊക്കെ ഇഷ്ടം പോലെ വന്നിറങ്ങുന്നുണ്ട്. ഇവിടെ വയ്ക്കാൻ വേണ്ടി അവിടെ അവിടെ വണ്ടി എടുത്ത് വെച്ചിട്ട് ഫാൻസി കടകള് ഫാൻസി കടകളിൽ ഇതെല്ലാം കണ്ടുപോവാം. നോക്കാം. ഫാൻസി കട പരിപാടി എനിക്കെന്തായാലും ഒരു ചീപ്പ് വാങ്ങണം. ചീപ്പ് 2 ഇത് എത്രയാണ് കേട്ടത്? 10 രൂപ. 2 ചീപ്പ് വേണം. ഒരു ബഡ്സും കൂടി കാണാം. എത്ര? ഒരു ഐസ്ക്രീം എല്ലാം തുറന്നിട്ടില്ല. നമുക്ക് ഇനി ഓപ്പൺ ആവുള്ളായിരിക്കും. നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ നോക്കി ഇപ്പൊ 24-ാം തീയതി ഇവിടെ ഭയങ്കര ആൾക്കാരായിരിക്കും. നോക്കാം. പലതരം ബാഗുകൾ. വാ. ശാലിനിക്ക് ഇതേപോലത്തെ ഒരു ബാഗ് അവിടെ ഉണ്ട്. ശാലുവിന് സ്കൂൾ ബാഗ് ഇരിക്കല്. ഇത് എത്രയാണ് ബാഗിന്റെ വില? ഇതൊക്കെ എത്രയാണ് അതിന്റെ വില? 250 രൂപ. 250 ഉള്ളൂ. ലാഭം തന്നെയാണ്. പലതരം ബാഗുകള്, എല്ലാതരം ബാഗുകളും പേഴ്സുകളും തൊപ്പി. അവരൊക്കെ ആയിട്ട് വരുമ്പോഴേ നല്ലൊരു ബാഗ് നോക്കി വാങ്ങിക്കാം. ഫാൻസി കാറ്, ജീപ്പ് എല്ലാം ഉണ്ട് അല്ലേ? പ്ലെയിന്. പച്ചക്കറി വിത്തുകള് പലതരം കൊണ്ടുവരാ. മുന്തിരി വള്ളി വേണ്ട. ഈ ടൈപ്പ് മുന്തിരി, പച്ചമുന്തിരിയുടെ. ഇതൊക്കെ എങ്ങനെയാണ്? ഹലോ. മുളക് ചീനി വേണ്ട. തക്കാളി, കുറ്റി തക്കാളി 30 ദിവസം കൊണ്ട് കായോ. വലിയ. പക്ഷെ ഇതൊക്കെ നടാൻ വേണ്ടിട്ട് നമുക്കുള്ള കുറ്റിപ്പേര കുറ്റിപ്പയറ്. കുറ്റിപ്പയർ അത് ഇത്രേ ഉണ്ടാവുള്ളൂ. അത് വേണ്ട. വള്ളിപ്പയർ വലുതെടുക്കണ്ട. അത് എടുത്തോ. അത് വലുതാണ്. വലുത് 1 മീറ്റർ. അത് പാലക്കീര അത് മതി.
വഴുതന, മതി 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 ബീൻസ്, വെള്ളരി. മതി. വേറെ ലഡു വാങ്ങിച്ച് കഴിച്ചാലോ? രണ്ട് ലഡു കാട്ടോ ഇപ്പൊ കഴിക്കാൻ വേണ്ടി. രണ്ട് 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 എത്ര? അങ്ങനെ നമ്മള് രണ്ട് ലഡുവൊക്കെ വാങ്ങിച്ചു കഴിച്ച് 20 രൂപയേ ഉള്ളൂ രണ്ടെണ്ണത്തിന്. അരക്കിലോ 120 അല്ലേ? മറ്റേത് അരക്കിലോ 100 രൂപ. ആ ചേട്ടാ എത്ര നേരം എടുക്കും ഇങ്ങോട്ട് വരാനാണെങ്കിൽ? നമ്മള് ഇവിടുന്ന് ഇപ്പൊ നമ്മള് അരുവിക്കര നിൽക്കുകയാണ്. നമ്മുടെ അരുവിക്കര പാലം, അരുവിക്കര ഡാം മുകളില് വെള്ളം ചാടുന്നതായിട്ട് കണ്ട. അന്ന് വന്നപ്പോ നമ്മള് രാത്രിയായിരുന്നു, അത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. ഇന്നുണ്ടല്ലോ ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ മീനും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മള് താഴത്തെ ഭാഗമാണ് നേരത്തെ ബലിയിടുന്ന ഭാഗങ്ങൾ കണ്ടോ. ഇവിടെ കഴിഞ്ഞപ്പോ നാളെ അല്ല നാളെ 24-ാം തീയതി ബലിയുടെ ഭാഗമായിരിക്കും ഇവിടെ എല്ലാം ഫുള്ള്. ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ മീനുകളുണ്ട്. വലിയ വലിയ മീനുകളാണ് കിടക്കുന്നത്, ചെറുതല്ല. ചെറുതും വലുതും എല്ലാം ഉണ്ട്. അപ്പൊ ബാവിന്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. ഈ പാലത്തിന്റെ നേരെ താഴെ കാണുന്ന ഭാഗങ്ങളിൽ കണ്ട വെള്ളച്ചാട്ടം കണ്ടോ. ഇതാണ് ഇവിടുന്ന് നമ്മൾ ഡാം തുറന്നു വിടുമ്പോൾ ഉള്ള വെള്ളം ഒഴുകി പോകുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അവിടെ നമ്മള് ഡാം ഒഴുകുന്നത് കാണാം. ഇവിടെയാണ് ബലിയിടാൻ ആൾക്കാർ വരുന്നത്. അപ്പൊ 24-ാം തീയതി ഇവിടെ ഈ പാലത്തിനും ഇവിടെ എല്ലാം ശരിക്കും ആൾക്കാരായിരിക്കും. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അതില് അരുവിക്കര ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു കല്യാണ മണ്ഡപം കൂടി ഇവിടെ ഉണ്ട്. മണ്ഡപമാണ് കാണുന്നത്. ക്ഷേത്രം താഴെ ഇരിക്കുന്ന അത് ക്ഷേത്രം, താഴെ കാണുന്ന ക്ഷേത്രം. ആറിന്റെ സൈഡിലായിട്ട് ചേർന്നിരിക്കുന്ന ക്ഷേത്രം. ഇതിന്റെ ഇപ്പുറത്തോട്ട് കാണുന്നത് വേണ്ട, ഇത് കല്യാണം ഉണ്ടാവും. ഫസ്റ്റ് കണ്ട നമുക്ക് കല്യാണം ഉണ്ട്. ഇതാണ് ഈ കാണുന്നത്. അരുവിക്കര പാലത്തിന്റെ ഒക്കെ കൈവരികളൊക്കെ കുറച്ചൊക്കെ പൊടിക്കും ചെത്തും പൊടിക്കൊക്കെയാണ് ഇരിക്കുന്നത്. അടുത്ത ചെടികളെല്ലാം കാണാം. പാനിപ്പൂരി ഇവിടെ ഇഷ്ടം പോലെ, പാനിപ്പൂരിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പല വെറൈറ്റി ചെടികൾ ഇവിടെ ഉണ്ട്. ആ മഞ്ഞച്ചെടി വാങ്ങിച്ചോണ്ട് പോകണ്ടായിരുന്നല്ലേ കടയിൽ വെച്ച്. മഞ്ഞച്ചെടിയെ വൈകിട്ട് വരാം. എടുത്തോ. ഇവിടെ അരുവിക്കര വന്നു കഴിഞ്ഞാൽ ഇവരുടെ ചെടിയൊക്കെ വാങ്ങിക്കാം. നല്ല നല്ല വെറൈറ്റി ചെടികളുണ്ട്. അതെ അതെ, ലാപ്പിന്റെ ഫോട്ടോകൾ അവിടെ ഉണ്ട്. തെങ്ങൻ തൈ എല്ലാ സാധനങ്ങളും ഒരു ലോഡ് വണ്ടിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. ചേട്ടന്റെ പേരെന്താണ്? അലക്സ്. ആ, അതിന്റെ ഓണർ അതായിരിക്കും. ഷിജോ. സൂര്യ ഗാർഡൻസ് ആണ് അവരുടെ ചെടിയുടെ ഓണറിന്റെ. ആ, ചേട്ടന്റെ പേരെന്താണ്? സുബിൽ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാ എന്തോ ഞങ്ങളിവിടെ വട്ടിയെടുത്തോ. നിങ്ങളെവിടെ താമസിക്കണേ? ആരനാട്. അപ്പൊ ആരനാട് നിന്നാണ് ഈ ചെടി കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ വേണ്ട ഇവിടെ എല്ലാം വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളും നമ്മളെ ചെടികളുടെ വിശേഷങ്ങളും എല്ലാം നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പം ഇവിടെയൊക്കെയാണ് നാളെ അല്ല 24-ാം തീയതി ഇവിടെ പാർക്ക് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ആയിരിക്കും കാറുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ. അപ്പൊ ഇതെല്ലാം കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ ചെടി കണ്ടത് സൂര്യ ഗാർഡൻസ്.
അത് നമ്മുടെ അരീക്കര ഡാമിന്റെ അടുത്താണ്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെടികൾ വാങ്ങിച്ചുകൊണ്ട് പോകാം. പല വെറൈറ്റി റോസകളും പലതര എല്ലാ തരം ചെടികളും ഇവിടെ ഉണ്ട്. തെങ്ങ് മുതൽ എല്ലാ ഐറ്റങ്ങളും അവരുടെ ഇത് വാങ്ങിക്കാൻ പറ്റും. ഇവര് ആര്യനാടുള്ളവരാണ്. ഇപ്പൊ ഒരു ലോഡ് സാധനം കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട്. അപ്പം ചെടികളൊക്കെ ആവശ്യമുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വിലസഹായമായിട്ട് ഇവിടെ വാങ്ങിക്കാൻ പറ്റും. അതേപോലെ ചെടി വിത്തുകൾ, ചീരവിത്തുകൾ, പല വെറൈറ്റി ചീരവിത്തുകളും ഉണ്ട്. അപ്പം അതേപോലെ വിത്തുകൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അപ്പുറത്തെ കടകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും. ചുമ്മാ ഇരിക്കുന്ന സമയം വൈകിട്ട് ഇവിടെ വന്നാൽ മതി. എല്ലാ ഇതും നോക്കി നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാം. ബീഫും സവോള ഓക്കെ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.